എല്ലാവർക്കും നമസ്കാരം. നളിനൻ ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഇന്ന് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ്, മെസ്സേജസ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് മെസ്സേജസ് എന്താണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഹെയറോഫൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മജീഷ്യൻ വന്നിട്ടുണ്ട്, എംപയർ വന്നിട്ടുണ്ട്, ഫോർ ഓഫ് സോൾസ് വന്നിട്ടുണ്ട്, 3 ഓഫ് wands, 2 ഓഫ് swords ആൻഡ് 7 ഓഫ് pentacles. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഹെയറോഫൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് കിട്ടുന്നൊരു ദിവസമാണ്. ചിലർക്ക് അതൊരു ഗുരുവിനെ കണ്ടെത്തുന്നതായിരിക്കാം, മറ്റു ചിലർക്ക് അത് മെൻ്ററെ കണ്ടെത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും നമുക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നാണ് കാണിക്കുന്നത്. പിന്നെ നമുക്കിത് വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നു എന്ന്. അതായത് നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരോ ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മൾ അത് വീണ്ടും ഫോളോ ചെയ്യുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്കിത് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് നന്നായിട്ട് വ്യായാമം ചെയ്യുകയും നല്ല കൃത്യമായിട്ട് മെഡിസിൻസ് എടുക്കണം, അങ്ങനെയുള്ളൊരു എനർജിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്നത് മജീഷ്യനാണ്. ഈ കാർഡ് പറയുന്നത് ചില ആളുകൾക്ക് പ്രായോഗികമായ അറിവ് നേടിയെടുക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്ന് പറയുന്നത്. അതായത് സൃഷ്ടിപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കഴിവിനും അഭിരുചിക്കും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. ചില ആളുകൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇന്നത്തെ ദിവസം നല്ല റിലീഫ് കിട്ടാനും അതിൽ നിന്ന് മാറി നല്ലൊരു എനർജിയിലേക്ക് വരാനായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. ഇതെല്ലാത്തിലുപരി ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു മാജിക്കൽ എഫക്റ്റ് കിട്ടും എന്നും ഈ കാർഡ് കാണിക്കുന്നുണ്ട്. അടുത്തത് 3 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നൊരു യാത്ര പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചില ആളുകൾക്കും ഇത് ഒരു പുതിയ സ്ഥലത്തേക്ക് ജോലി മാറി പോകുന്നതോ അതല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോയി താമസിക്കാൻ പറ്റുന്നതോ അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് കാണുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ചില ആളുകൾ ഇത് യാത്ര പ്ലാൻ ചെയ്യുന്നതാകാം. നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നമുക്ക് കൂടുതൽ സൗകര്യപ്രദമായ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചില ആളുകൾ ഇത് ചില ദേവാലയങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ പുണ്യസ്ഥലങ്ങളൊക്കെ പോകാനായിട്ടുള്ളൊരു പ്ലാനിങ് നടത്തുന്നതായിട്ടും ഇതിനുള്ള എനർജിയും കാണുന്നുണ്ട്. അടുത്ത് വന്നിരിക്കുന്നത് എംപററുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക അധികാരം പദവിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള ഒരു ചാൻസ്, ഒരു എനർജി ഇതിനകത്ത് കാണിക്കുന്നത്. ചിലർക്കത് ചില അംഗീകാരങ്ങൾ കിട്ടുന്നതായിരിക്കാം, റിവാർഡ്സ് അംഗീകാരങ്ങളോ അങ്ങനെയൊക്കെ കിട്ടുന്നതായിരിക്കാം. ചില ആളുകൾക്ക് ഇന്നത്തെ ദിവസം വളരെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ, അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയും ഇതിനകത്തുണ്ട്. 2 ഓഫ് സോൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇത് പറയുന്നത്
ചില ആളുകൾക്ക് ഇന്നത്തെ ദിവസം വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടെന്ന് പറയണം. അവരങ്ങനെ ചിന്തിക്കും, ഇന്നത്തെ ദിവസം ഒന്ന് എല്ലാം ടെൻഷനും ബഹളങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാമെന്ന് തോന്നും. ചില ആളുകൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും, പക്ഷെ അതെല്ലാം നമ്മൾ നീട്ടി വെക്കാൻ, അടുത്ത ദിവസം ചെയ്യാമെന്ന് നീട്ടി വെച്ചിട്ട് ഇന്ന് പർപ്പസ്ഫുള്ളി ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ ചില ആളുകൾ കുറേ ദിവസങ്ങളായിട്ട് വളരെ ബിസി ഷെഡ്യൂളിൽ പോകുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർ വിചാരിക്കും ഇന്നത്തെ ദിവസം ഇന്ന് ഒന്ന് നന്നായിട്ട് റിലാക്സ് ചെയ്യാം, റെസ്റ്റ് എടുക്കാം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ എനർജിയും ഉണ്ട്. അടുത്ത് വന്നിരിക്കുന്ന 4 ഓഫ് സോൾസിൻ്റെ എനർജിയാണ്. ഇത് കാണിക്കുന്നത് ഇന്നത്തെ ദിവസം ചില ആളുകൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലും വാക്ക് തർക്കത്തിനോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ എന്തെങ്കിലും ചെറിയ വഴക്കുകൾക്കോ ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിലായിരിക്കാം. എവിടെയാണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഇത് മൈൻഡ് ചെയ്യാതെ നമ്മളതിനെ വളരെ കൂളായിട്ട് വിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അല്ലെങ്കിൽ അതൊരു വലിയ വഴക്കിലോട്ടോ പ്രശ്നങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് മുൻകൂട്ടി അറിയാം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്ന് ക്രിയേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ മാക്സിമം ശ്രമിക്കാനാണ് പറയുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില ആളുകൾക്ക് ഇത് ഇന്നത്തെ ദിവസം വളരെ ക്യാഷ് ഫ്ലോ ഉണ്ടാവും, പൈസ വന്ന് കയ്യിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ചില ആളുകൾ ഇത് ഭയങ്കര ഓവർ ടൈം ചെയ്ത് കുറച്ച് പൈസ കൂടുതൽ ഏൺ ചെയ്യുന്ന ഇതുണ്ടാവും. ചില ആളുകൾക്ക് ഇത് എന്തെങ്കിലും ഇൻക്രിമെൻറ്റുകളോ അല്ലെങ്കിൽ എന്താ പറയുക ഇൻസെൻറ്റീവ്സോ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ചില ആളുകൾ പൈസ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെക്കുന്ന ഒരു എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ കാർഡ്സ് പറയുന്ന ഇതാണ്. എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.